ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രേണുസുതി തന്നെയാണ്. രേണുസുതിയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. രേണുസുതിക്ക് ക്യാൻസറാണ് എന്നാണ് പറയപ്പെടുന്നത്. അതെ, ഈയിടെയായിട്ട് രേണുസുതി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഒരു ചെറിയ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ചേച്ചിയാണ് ക്യൂ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യത്തിൽ വളരെയധികം വിഷമം തോന്നിയിട്ടു. ഒരുപാട് പേര് രേണുവിനെ അറ്റാക്ക് ചെയ്തു. എത്ര വല്ല വേദനയ്ക്കിടയിലും രേണുസുതി ചിരിച്ച് കളിച്ചുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയായിരുന്നു. അപ്പം നമ്മൾ പരമാവധി മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ഒരു ക്യാൻസർ എന്ന ഈ ഒരു മാരക രോഗം വന്നിട്ട് അയാൾ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. ഇതും ഒരു നാടകമാണോ എന്ന് ചോദിച്ചുകൊണ്ടും അവൾക്കല്ല, അതല്ല, അതിലപ്പുറവും വരും എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പല രീതിക്ക് രേണുവിനെ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ട്. പക്ഷെ ഒന്ന് ഓർക്കുക ജനങ്ങളെ, ഇന്നിപ്പോൾ ഈ രോഗം രേണുവിനൊന്നും നാളെ നമുക്ക് വന്നുകൂടായില്ല. അപ്പം നമുക്ക് ആർക്കെങ്കിലും ഒരു രോഗം വരുമ്പോൾ അത് നമ്മൾ കളിയാക്കുകയല്ല വേണ്ടത്. പണ്ടത്തെ ദൈവമൊക്കെ പിന്നെ കൊടുത്തിരുന്നു, ഇപ്പോഴത്തെ ദൈവം സ്പോട്ടിൽ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. വേദനകൾ മനസ്സിലൊതുക്കി അവൾ പൊരുതുകയാണ്. സത്യമല്ലേ പറയുന്നത്? അതെ, രേണുസുതിക്ക് വേണ്ടി പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഫിറോസ് രംഗത്ത് വന്നിട്ടുണ്ട്. രേണുവിനെ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊരു വ്യക്തിയായിരുന്നു ഫിറോസ്, വീട് വെച്ച് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബിഷപ്പിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് രേണു അതാ പറയുന്നത്, കാലം തെളിയിക്കുമെല്ലാം എന്ന്. കാരണം എത്ര പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരു മാപ്പ് പറച്ചിലൂടെ എല്ലാം അവസാനിക്കും. അപ്പോൾ ഈ നമ്മൾ ഒരാളൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ പോയി ബാഡ് കമൻറ്റ് ഇടുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക, നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ സമീപവാസികളും ഒക്കെ ഇതേപോലൊരു ദുരിതത്തിലൂടെ വന്നിരുന്നെങ്കിലോ. മനുഷ്യനാണ്, ഇന്ന് നാം നല്ല രീതിക്ക് ജീവിക്കും, നാളെ നമ്മൾ താഴേക്ക് പോകാൻ അധികം കാരണങ്ങളൊന്നും വേണ്ട. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ആളുകൾ ഓരോന്ന് ഇപ്പോൾ കണ്ടില്ല, ഓരോ പെണ്ണുങ്ങൾ ഉടുതുണിയില്ലാതെ നടക്കുന്നു. നല്ല രീതിക്ക് നടന്ന ആളുകൾ വരെ അങ്ങനെ നടക്കുന്നുണ്ട്, ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കും, എനിക്കതേ പറയാനുള്ളൂ. സുദീപിനെ അതേമാതിരി നടൻ നമ്മുടെ കൊല്ലം സുധിയുടെ കുടുംബത്തിന് സഹായ ഹസ്തം നീട്ടിയ രേണുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസങ്ങളും നെഗറ്റീവ് കമൻറ്റുകളും അവസാനിപ്പിക്കണമെന്നാണ് നമ്മുടെ ഫിറോസ് പറയുന്നത്. രേണുവിൻ്റെ നിലയിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഫിറോസ് വ്യക്തമാക്കുന്നുണ്ട്. രേണു ഇന്നും ഒരു വലിയ പോരാട്ടത്തിൻ്റെ നടുവിലാണ്. ഞാനൊരു പോസ്റ്റ് വായിക്കുകയാണ്. അത്ര ചെറുതല്ലാത്ത രോഗത്തോട് അവർ ധൈര്യത്തോടെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അസുഖം മുൻകൂട്ടി അറിഞ്ഞിട്ടും അതിൻ്റെ വേദനയും ഭയവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മനസ്സിലൊതുക്കി ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മളൊക്കെ ആണെങ്കിലോ ഇരുന്ന് കരഞ്ഞ് എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ രേണു ആ ഒരു രോഗം അറിഞ്ഞുകൊണ്ടും അവൾ പൊരുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് രേണു. ശരിക്കും നമ്മൾ അവളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അവൾ എന്തോ കാണിച്ചോട്ടെ, അവൾ എന്ത് കാണിച്ചിട്ടുണ്ടെങ്കിലും അത് അവൾ സഹിക്കാം. ഇനിയിപ്പോൾ അവൾക്ക് അസുഖം വന്നിട്ട് അവളെ സഹിക്കുന്നുള്ളൂ, നമ്മളാരും സഹിക്കാൻ പോകുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ അവൾക്കെതിരെ ബാഡ് കമൻറ്റ് ഇടുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചെറിയ സന്തോഷം നിറഞ്ഞ വീഡിയോകളെ പരിഹസിക്കുന്നും ഇഷ്ടമില്ലെങ്കിൽ അവഗണിച്ചോളൊന്നും, പക്ഷേ ദയവായി വേദനിപ്പിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ്. കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഒരു നല്ല വാക്കും ഒരു പ്രാർത്ഥനയും മരുന്നിനേക്കാൾ വലിയ ആശ്വാസം നൽകാറുണ്ട്, ഫിറോസ് തൻ്റെ കുറിപ്പിൽ കൂട്ടിച്ചേർത്തു. നേരത്തെ സ്ഥാനാർബുദത്തെ തുടർന്ന് രേണു ചികിത്സയിലാണെന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നെങ്കിലും താരം നേരിട്ട് ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല. ദുബായിൽ വെച്ച് നടത്തിയ പരിശോധനയാണ് രോഗം കണ്ടെത്തിയത്. തൻ്റെ 6 വയസ്സുകാരനായ മകനെ ഓർത്തുള്ള രേണുവിൻ്റെ പ്രാർത്ഥനകൾ ആരാധകരുടെ കണ്ണ് നനയിക്കുകയായിരുന്നു. താരത്തിന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയുടെ നിരവധി പേരാണ് ഫിറോസിൻ്റെ പോസ്റ്റിന് താഴെ കമൻറ്റുകളായിട്ട് വന്നിട്ടുള്ളത്. അറിയോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.